ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED മാത്സ് മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് നോക്കാം. ഗണിത പഠനത്തിലെ മൂല്യനിർണ്ണയത്തിനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂളുകൾ. മൂല്യനിർണ്ണയത്തിനുള്ള ടൂളുകൾ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഗണിതശാസ്ത്ര പഠനം വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളെ താഴെ പറയുന്ന രീതിയിൽ ക്രമീകരിക്കാം. നിരീക്ഷണം, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ്, വർക്ക്ഷീറ്റ്, ചോദ്യങ്ങൾ, പോർട്ട്ഫോളിയോ, പ്രൊജക്റ്റുകൾ, അഭിമുഖം, സ്വയം മൂല്യനിർണ്ണയം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറയുന്നത്. മൂല്യനിർണ്ണയത്തിനുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂളുകളാണ്. ഗണിത പഠനത്തിലെ മൂല്യനിർണ്ണയത്തിനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂളുകളാണ് ഇവയെല്ലാം. ആദ്യത്തേതാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ. നിരീക്ഷണം ലക്ഷ്യം എന്താണ്? കുട്ടികളുടെ പഠന രീതികളും മനോഭാവവും മനസ്സിലാക്കുക എന്നതാണ് നിരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പഠന രീതികളും മനോഭാവവും. നമ്മൾ ഓരോ കുട്ടിയെയും ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകുമല്ലേ ആ കുട്ടിയുടെ പഠന രീതി എങ്ങനെയാണ് പോകുന്നത്, ആ കുട്ടിയുടെ മനോഭാവം എങ്ങനെയാണ്, പഠനത്തോട് ആ കുട്ടി ഏത് തരത്തിലുള്ള മനോഭാവമാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണോ, അതോ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയാണോ, അതോ മനസ്സിലാകാത്തതാണോ, എന്താണ് പ്രശ്നം, എന്താണ് മനോഭാവം എന്ന് നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിരീക്ഷണമാണ് ആദ്യത്തെ ടൂള് എന്ന് പറയുന്നത്. ഗണിത പഠനത്തിലെ മൂല്യനിർണ്ണയ ടൂളുകളിലെ ആദ്യത്തേത് നിരീക്ഷണം. വിലയിരുത്തുന്ന കാര്യങ്ങൾ. ഗണിത ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഗണിതത്തോടുള്ള കുട്ടിയുടെ താല്പര്യവും മനോഭാവവും നിരീക്ഷിക്കുന്നു. ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുട്ടി ഉപയോഗിക്കുന്ന വഴികൾ മനസ്സിലാക്കുന്നു. അല്ലെ, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, കുട്ടികൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏതൊക്കെ രീതികൾ യൂസ് ചെയ്യുന്നു, അതുപോലെ കുട്ടിക്ക് ഗണിതത്തോട് താല്പര്യമുണ്ടോ, എന്താണ് ഗണിതത്തോടുള്ള മനോഭാവം, ഗണിത ഉപകരണങ്ങൾ മാത്ത് കിറ്റ് ശരിയായ രീതിയിൽ കുട്ടി കൈകാര്യം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത് നിരീക്ഷണത്തിലൂടെ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ പഠന രീതി മനോഭാവം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നിരീക്ഷണത്തിലൂടെ നമ്മൾ കുട്ടികൾ മാത്ത് കിറ്റ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, കുട്ടിക്ക് ഗണിതത്തോടുള്ള താല്പര്യവും മനോഭാവവും ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നിരീക്ഷണത്തിൽ നോക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ നിരീക്ഷണമാണ് ആദ്യത്തെ ടൂള്. നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് ആണ്. നമുക്കറിയാം, ഒന്നിലെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഒന്നിലെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഒരു ടേബിൾ പോലെ ആയിരിക്കും. പഠന പ്രവർത്തനങ്ങളിലെ മികവുകളും പോരായ്മകളും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കുട്ടി പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലേ, ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആവറേജ്, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കോളംസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഉണ്ട്, ഇല്ല, എസ് ഓർ നോ എന്ന രീതിയിൽ പരിശോധിക്കുന്നതാണ് ചെക്ക് ലിസ്റ്റ്. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന മികവ്, പോരായ്മ ഇവയൊക്കെ പെട്ടെന്ന് ഒരു ടേബിളിൽ നിന്ന് കണ്ടെത്താൻ നമ്മൾ ഈ രീതി യൂസ് ചെയ്യുന്നു. കാര്യങ്ങൾ നടന്നോ ഇല്ലയോ, ലക്ഷ്യം സാധിച്ചോ, സാധ്യമായോ, ഉണ്ട് ഓർ ഇല്ല, യെസ് ഓർ നോ എന്ന രീതിയിൽ പരിശോധിക്കുന്ന മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വർക്ക്ഷീറ്റ്. ഈ ഒരു മൂല്യനിർണ്ണയ ടൂള് എന്നതിൽ മാത്രമല്ല, അതല്ലാതെ തന്നെ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും വർക്ക്ഷീറ്റ് കൊണ്ടുള്ള ഉപയോഗമൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. വർക്ക്ഷീറ്റ് കൊണ്ട് എന്താണ് ലക്ഷ്യം? പാഠഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ് കുട്ടിക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വർക്ക്ഷീറ്റിലൂടെ. നമ്മൾ പഠിച്ചൊരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ വർക്ക്ഷീറ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വർക്ക്ഷീറ്റിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോ പാഠഭാഗത്തിന്റെയും വിലയിരുത്തൽ നടത്താൻ ഇത് സഹായിക്കുന്നു. ഓരോ പാഠഭാഗവും കുട്ടിയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ, വർക്ക്ഷീറ്റിലൂടെ. നെക്സ്റ്റ് ആണ് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. ലക്ഷ്യം എന്താ? കുട്ടികളുടെ ചിന്താശേഷിയും യുക്തിബോധവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആണ് ക്വസ്റ്റ്യനിങ്ങിൽ പ്രധാനമായിട്ടും കൈവരുന്നത്. നമുക്ക്
കുട്ടീനോട് ഓരോ ചോദ്യങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടി ചിന്തിച്ചതിനൊരു യുക്തിപരമായ മറുപടി നൽകുന്നു. അപ്പൊ ഈ ചോദ്യോത്തരങ്ങളൊക്കെ ക്ലാസ് റൂമിൽ നടത്തുന്നതിൽ എന്താണ് കുട്ടിക്ക് ലഭിക്കുന്നത്? യുക്തിബോധവും അതുപോലെ ചിന്താശേഷിയും കുട്ടിക്ക് വളരുവാണ്. വാക്കാലുള്ള ചോദ്യങ്ങളും എഴുത്തു പരീക്ഷകളും ഇതിനായി ഉപയോഗിക്കാം. വാക്കാലുള്ള ചോദ്യങ്ങളിലും നമുക്ക് വാക്കാലുള്ള ചോദ്യങ്ങളിൽ എങ്ങനെയാ നമ്മൾ ചോദിക്കുമ്പോൾ അറ്റ് ദ ടൈം തന്നെ കുട്ടി അതിന് റിപ്ലൈ തരുവാണ് നമുക്ക്, അല്ലെ? പക്ഷെ എഴുത്തു പരീക്ഷയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് കുട്ടി എഴുത്തിലൂടെ ഉത്തരം നൽകുന്നു. രണ്ട് രീതിയും നമുക്ക് ഈ ചോദ്യങ്ങൾ എന്നുള്ളതിൽ യൂസ് ചെയ്യാം. നേരിട്ടുള്ള ചോദ്യങ്ങളാവുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി എന്താണ് ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാൻ, മുഖാമുഖം നിന്ന് അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ഉള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട്. എഴുതുമ്പോൾ സ്വന്തമായിട്ട് അവൻ പേപ്പറിൽ എഴുതുന്ന കാര്യങ്ങളാണ്. ആരോടും എന്താണ് വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സ്വന്തമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എഴുത്തില്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ ഉപയോഗിക്കാം, ക്വസ്റ്റ്യനിങ് ഉപയോഗിക്കാം. പോർട്ട്ഫോളിയോയിലേക്ക് വരുമ്പോൾ എന്താണ്? കുട്ടിയുടെ കാലാകാലങ്ങളിലുള്ള പഠന പ്രവർത്തനങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു ശേഖരമാണിത്. കുട്ടിയുടെ വളർച്ചയുടെ ഒരു രേഖാചിത്രമായി ഇത് പ്രവർത്തിക്കുന്നു. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടി കാലാകാലങ്ങളായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ശേഖരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ശേഖരണമാണ് പോർട്ട്ഫോളിയോ. ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച അച്ചീവ്മെന്റ്സ്, കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ശേഖരിച്ചു വെക്കുന്ന ഒരു രേഖയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ വളർച്ചയുടെ ഒരു രേഖാചിത്രം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കുട്ടിയുടെ വളർച്ചയുടെ ഒരു രേഖാചിത്രം എന്ന് തന്നെ പോർട്ട്ഫോളിയോയെ നമുക്ക് പറയാൻ പറ്റും. പ്രോജക്റ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ഗണിതാശയങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവ് വളർത്തുക എന്നതാണ്. അന്വേഷണാത്മകമായ പഠനത്തിന് ഇത് അവസരം ഒരുക്കുന്നു. നമ്മൾ ഓരോ കുട്ടിക്ക് ഓരോ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ കുട്ടി കണ്ടെത്തിയാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്, അല്ലെ? ഏതെങ്കിലും ഒരു വിഷയം കൊടുക്കുമ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കുട്ടി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തും. ആ അന്വേഷണം നടത്തിയതിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രോജക്റ്റിൽ. നിഗമനം, നിരീക്ഷണം, നിഗമനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ? ആമുഖത്തിൽ തുടങ്ങും, വിവരണം, വിവരിച്ച് ആമുഖത്തിൽ തുടങ്ങി വിവരിച്ച് പിന്നെ കുട്ടി ലാസ്റ്റ് നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്കൊക്കെ എത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ കുട്ടി അന്വേഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, അല്ലെ? അന്വേഷണങ്ങളിൽ നിന്ന് അന്വേഷണാത്മകമായ പഠനത്തിലേക്ക് വഴിതിരിച്ച് അതിൽ നിന്ന് കുട്ടി നിരീക്ഷണത്തിലേക്കും നിഗമനത്തിലേക്കും എത്തുകയാണ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കിലൂടെ. അഭിമുഖം, ഇന്റർവ്യൂ ആണല്ലേ, ഓറൽ അസസ്മെന്റ് ആണ്. ഗണിതാശയങ്ങളിൽ കുട്ടിക്ക് എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് അധ്യാപകൻ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുന്നു. കുട്ടിയെ ഇരുത്തി, കുട്ടിയുടെ ഫ്രണ്ടിൽ അധ്യാപകൻ ഇരിക്കുന്നു അല്ലെങ്കിൽ അധ്യാപിക ഇരിക്കുന്നു, കുട്ടിയോട് തുറന്ന് സംസാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അതൊക്കെ നമ്മൾ എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നതാണ്. ചിലപ്പോൾ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഹരാസ് ചെയ്യാനോ ഒന്നും പാടില്ല, അല്ലെ? കുട്ടിയെ മാറ്റി നിർത്തി കുട്ടിയോട് കാര്യങ്ങൾ തിരക്കി കുട്ടിയുടെ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കുകയാണ് ഓരോ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ചെയ്യേണ്ടത്. അപ്പോൾ അഭിമുഖം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു കുട്ടിയെ മുൻനിർത്തി ആ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതി. ലാസ്റ്റ് വരുന്നതാണ് സ്വയം മൂല്യനിർണയം, സെൽഫ് അസസ്മെന്റ്. തങ്ങളുടെ പഠന പുരോഗതി സ്വയം വിലയിരുത്താനും സ്വയം കഴിവുകളും കുറവുകളും തിരിച്ചറിയാനും കുട്ടികളെ സഹായിക്കുന്നു. അപ്പോൾ തങ്ങളുടെ പഠന പുരോഗതി സ്വയം വിലയിരുത്താനും സ്വന്തം കഴിവുകളും കുറവുകളും തിരിച്ചറിയാനുമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. സ്വന്തമായി തന്നെ മനസ്സിലാക്കുവാണ്, എനിക്ക് എത്രത്തോളം മാത്സ് അറിയാം, എനിക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് അറിയാത്തത്, എനിക്ക് ഏതൊക്കെയാണ് ഇനി ക്ലിയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, ടീച്ചറോട് ചോദിക്കണോ, ഈ രീതിയിലാണ് എൻ്റെ പഠനം പോകുന്നത് എന്നൊക്കെ കുട്ടി സ്വയം തിരിച്ചറിയുന്ന ആ ഒരു ഘട്ടമാണ് സ്വയം മൂല്യനിർണയം എന്ന് പറയുന്നത്, സെൽഫ് അസസ്മെന്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗണിത പഠനത്തിനായിട്ടുള്ള മൂല്യനിർണയ
മൂല്യനിർണയ ടൂളുകളാണ്, ഉപകരണങ്ങളോ ടൂളുകളാണ് പരിചയപ്പെട്ടത്. സ്വയം മൂല്യനിർണയം, സെൽഫ് അസസ്മെന്റ് വരുന്നുണ്ട്. അഭിമുഖം, ഇന്റർവ്യൂ ഓർ ഓറൽ അസസ്മെന്റ്. പ്രോജക്റ്റുകൾ, പ്രോജക്റ്റ് വർക്ക്സ്. പോർട്ട്ഫോളിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യനിങ്, വർക്ക്ഷീറ്റ്, ചെക്ക് ലിസ്റ്റ്, നിരീക്ഷണം, ഒബ്സർവേഷൻ. ഇത്രയാണ് ഗണിത പഠനത്തിലെ മൂല്യനിർണയ ടൂളുകൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റൊക്കെ അറിയിക്കുക. നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. ഒരു കമൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്